നാമത്തിൽ അറിയിക്കുന്നു. നവീകരിച്ച ക്ഷേത്ര സമർപ്പണ സമയം ആഗതമായി കൊണ്ടിരിക്കുന്നു. എല്ലാ ദേവീ ഭക്തരും നാട്ടുകാരും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാനായി ദേവീ നാമത്തിൽ അറിയിക്കുന്നു. ഫലം തരണം ദേവിയെന്നും തൊഴുതിട കായഫലം തരണം ഫലം തരണം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ
ആന്റണി രാജു അവരുടെ ഈ വേദിയിലേക്ക് ദേവീനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മുൻ MLA-യും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ ശ്രീ VS ശിവകുമാർ അവരുടെ ഈ വേദിയിൽ ദേവീനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ നാടിൻ്റെ ആത്മീയ ചൈതന്യം വിളിച്ചുണർത്തുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു തിലകക്കുറിയായി തന്നെ മാറിയിരിക്കുന്ന ഒരു ആരാധനാലയമായി ഇന്ന് തേക്കാട് ഉച്ചുമാടി അമ്പലക്കോവിൽ ക്ഷേത്രം മാറിയിരിക്കുന്നു. നമ്മുടെ നഗരത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയായി ഇത് പ്രക്ഷോഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈശ്വര പ്രതിഷ്ഠയുടെ ഒരു പ്രാധാന്യം അത് ഓരോ പ്രദേശത്തിനും ഉണ്ടാക്കുന്ന ആത്മീയ ഉണർവ് എത്ര വലുതാണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. വളരെ നന്ദി സാർ. ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഹൂർത്തമാണ് ഈ സായം സന്ധ്യ. ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്. നാഗ്യാഗുരു സ്വാമികൾക്ക് ദർശനം നൽകിയ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ പ്രചോദനവും പ്രേരണയും നൽകിയ ദേവി അനുഗ്രഹം ലഭിച്ച വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നൊരു ക്ഷേത്ര സന്നിധിയാണ്. നാടിന് ഐശ്വര്യം പകരുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. ഒരു നാട്ടിൽ എപ്പോഴും അത് ആവശ്യമാണ്. കാരണം വിധ്വംസക വിപരീത നിഷിദ്ധ വികാരങ്ങളെയും ചിന്തകളെയും എല്ലാം അകറ്റി അവിടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നല്ല ഭാവാത്മകമായ ചിന്തകളും വികാരങ്ങളും ജനമനസ്സിലേക്ക് കടത്തിവിടാൻ പകർന്നു നൽകാൻ തീർച്ചയായിട്ടും ഇതുപോലൊരു ക്ഷേത്ര സങ്കേതം ഉപകരിക്കും. അതിനുവേണ്ടി മുൻകൈയെടുത്ത മഹേഷ് വളരെ വലിയൊരു ത്യാഗമാണ് ഇതിൻ്റെ പിന്നിൽ. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും വലിയ പരിവർത്തനോന്മുഖമായിട്ടുള്ള ഘട്ടങ്ങൾ ഇതെല്ലാം വരും തലമുറ മനസ്സിലാക്കാൻ, അല്പമെങ്കിലും മനസ്സിലാക്കാൻ ഈ ക്ഷേത്രം സഹായിക്കട്ടെ, അതിന് ഇടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു നിർമ്മാണം പൂർത്തിയാക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ. ഉച്ചുമാടി അമ്മൻ കോവിൽ അത് നവീകരിച്ച് അത് സമർപ്പിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാനും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്കറിയാം, നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഈ ദേവീക്ഷേത്രം അമ്മൻ കോവിൽ പലപ്പോഴും നമ്മൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുകയും പിന്നെ ആരാധന നടത്താനൊക്കെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. പക്ഷേ ഇത് വളരെ ഒരു പുരോഗതിയൊന്നുമില്ലാതെ രീതിയിൽ പഴമ തന്നെ നിലനിർത്തിക്കൊണ്ട് പഴയ ഒരു ക്ഷേത്രമായി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രയാസം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നാലും മഹേഷ് ആ ദൗത്യം ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി, ഇതിപ്പോൾ ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ഇതുവഴി കടന്നു പോകുന്ന ആളുകൾക്കെല്ലാം അതിൻ്റെ പുനർനിർമ്മിച്ചപ്പോൾ വളരെ മനോഹരമായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളത് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ആരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോവിലിൻ്റെ നവീകരിച്ച ഈ അമ്പലത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നാടിന് സമർപ്പിച്ചുകൊണ്ട് നടന്നത്. ഈ തൈക്കാട്ട് ഉച്ചുമാളി അമ്മൻ കോവിലിൻ്റെ തൊട്ട് സമീപത്തായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ക്ഷണിക്കുന്നു. ക്ഷണിക്കുന്നു. ശ്രീമതി ഗിരിജാകുമാരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്ഷേത്ര ജീവനക്കാരി ശ്രീമതി റാണിയെ മെമന്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
മെമന്റോ നൽകി ആദരിക്കുവാൻ വേണ്ടി ശ്രീമതി സുബിത മഹേഷിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ കുമ്മനം രാജശേഖരൻ അവർക്ക് പൊന്നാട ചാർത്തുവാനായി ചലച്ചിത്ര സംവിധായകൻ ശ്രീ വല്ലഭനെ സാദരം ക്ഷണിക്കുന്നു. മെമന്റോ നൽകുവാനായി ശ്രീ മഹേഷ് അവർകളെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ മാധവദാസ് അവർക്ക് പൊന്നാട ചാർത്തുവാനായി രേഖപ്പെടുത്തുവാൻ സുബിത മഹേഷിനെ ക്ഷണിക്കുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു അവർക്ക് ദേവി നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖർ അവർക്ക് ദേവി നാമത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. മഹേഷ് നമ്മുടെ പഴയ ആളാണ്. നമ്മുടെ കുതിര ചിഹ്നത്തിൽ മത്സരിച്ചപ്പോഴേ മഹേഷെ പിടിച്ചു കൂട്ടിയാണ്. അപ്പൊ അഞ്ചാം സാറും കൂടെ സാർ വരട്ടെ. പശ്ചാത്തലത്തിൽ ഇത്രയും കാലം ത്യാഗപൂർണ്ണമായ സമർപ്പണമെല്ലാം ഇങ്ങനെ ചരിത്രം ഞാൻ വിചാരിച്ചത് ശിവകുമാറിന് നേരെ തിരിഞ്ഞ് നോക്കുന്നു ശരിക്കും നോക്കിയതേ ഇല്ല. ഈ ഉത്സവത്തിനാണ് വരൂ.